ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഗ്രീൻ ജി ഡി പിയെ കുറിച്ചിട്ടാണ്. ഇവിടെ നമ്മൾ ഗ്രീൻ ജി ഡി പി എന്താണെന്ന് മനസ്സിലാക്കും. അതേപോലെ ഗ്രീൻ ജി ഡി പിയുടെ ഫീച്ചേഴ്സ് എന്താണ്, എന്തിനാണ് ഗ്രീൻ ജി ഡി പി, ഗ്രീൻ ജി ഡി പിയുടെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, ഇന്ത്യയുടെ കേസിൽ ഗ്രീൻ ജി ഡി പി ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോ സമയം കളയാതെ എന്താണ് ഗ്രീൻ ജി ഡി പി എന്ന് മനസ്സിലാക്കാം. ഗ്രീൻ ജി ഡി പി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ് എന്താണ് ജി ഡി പി എന്നുള്ളത്. ജി ഡി പി എന്നാൽ നമുക്കറിയാം ഇത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് അല്ലേ. ഇതാണ് ജി ഡി പിയുടെ ജസ്റ്റ് എക്സ്പാൻഷൻ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ജി ഡി പിയുടെ ഫുൾ ഫോം മാത്രമാണ്. പക്ഷേ എന്താണ് ഇതിന്റെ മീനിങ് എന്നും ഐഡിയ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ IMF, അതായത് നമ്മുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ഒരു ഡെഫിനിഷൻ ജി ഡി പിക്ക് കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആസ് പെർ IMF, ജി ഡി പി മെഷേഴ്സ് എ മോണിറ്ററി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, that is those that are brought by the final user produced in a country in a given period of time, say a quarter or a year. It counts all of the output generated within the borders of a country. ഇങ്ങനെയാണ് IMF ജി ഡി പി എന്താണെന്ന് ഡിഫൈൻ ചെയ്തത്. അതായത് IMF പറയുന്നത് അനുസരിച്ചിട്ട് നമ്മൾ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ ബോർഡേഴ്സിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രൊഡക്ഷനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി എന്തിന്റെ പ്രൊഡക്ഷനെയാണ്? പ്രൊഡക്ഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഫൈനൽ സർവീസസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫൈനൽ ഗുഡ്സ് എന്താണ്, അല്ലെങ്കിൽ ഫൈനൽ അല്ലാതെ വേറെ എന്തെങ്കിലും ഗുഡ്സ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനൽ കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡയറക്ട്ലി നമ്മൾ വാങ്ങുന്നു, യൂസ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. അതല്ല, ഇതല്ലാണ്ട് എന്തെങ്കിലും ഗുഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ടും ഇതല്ലാണ്ട് പല രീതിയിലുള്ള ഗുഡ്സ് ഉണ്ട്, വിച്ച് ആർ കോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. എന്തുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് അങ്ങനെയുള്ള ഗുഡ്സിനെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഡയറക്ട്ലി നമ്മൾ ഫൈനൽ കൺസംഷന് യൂസ് ചെയ്യാണ്ട് അടുത്ത സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു റോ മെറ്റീരിയൽ ഏതെങ്കിലും ഒരു ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ഫേമിന്റെ ഈ റോ മെറ്റീരിയൽ വേറെ ഏതെങ്കിലും ഫേംസ് ഒരു ഇൻപുട്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് അടുത്ത സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം ഇപ്പൊ ഫാമേഴ്സ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഫാമേഴ്സ് ഇത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മില്ലേഴ്സ് ഈ വീറ്റ് വാങ്ങിച്ചിട്ട് കൺവേർട്ട് ചെയ്ത് വീറ്റ് ഫ്ലോർ ആക്കുന്നു. വീറ്റ് ഫ്ലോർ മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഒരു ബേക്കറി ഓണർ വാങ്ങിയിട്ട് അതിനെ കേക്കായിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്നു. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വാല്യൂ എഡിഷൻ പ്രോസസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫൈനൽ ഗുഡ്സിന്റെ കേസ് മാത്രമേ ഇവിടെ എടുക്കത്തുള്ളൂ. ഇന്റർമീഡിയറ്റ് പ്രൊഡക്ഷന്റെ കാര്യം നമ്മൾ നോക്കുന്നേ ഇല്ല ആസ് പെർ ദ കാൽക്കുലേഷൻ ഓഫ് ജി ഡി പി. അടുത്തത്, ഇത് നമ്മൾ നോക്കുന്നത് വിത്തിൻ ദ പൊളിറ്റിക്കൽ ബൗണ്ടറി ഓഫ് എ കൺട്രിയാണ്. ഒരു നേഷന്റെ അകത്ത് നടക്കുന്ന പ്രൊഡക്ഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഇന്ത്യയുടെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എടുക്കുകയാണെങ്കിൽ, അപ്പൊ ഇന്ത്യയിൽ മാത്രം ജീവിക്കുന്നവരായിരിക്കണം എന്നില്ല. നമുക്ക് നോൺ റെസിഡന്റ് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് അല്ലെ, വിദേശത്തൊക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇവരുടെ പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ GDP ആണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ ഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ ഡൊമസ്റ്റിക് എന്നാണ് പറയുന്നത് അല്ലെ. അതായത് വിത്തിൻ ദ പൊളിറ്റിക്കൽ ബൗണ്ടറി ഓഫ് എ നേഷൻ എങ്ങനെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതൊരു പെർട്ടിക്കുലർ ഇയറിൽ നടക്കുന്നത് നമ്മൾ നോക്കും. again നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ഇന്ത്യയുടെ അകത്ത് കേസ് എടുത്താൽ ചിലപ്പോൾ ഇന്ത്യൻസ് മാത്രമല്ല ഈ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലെ. മിക്കവാറും മറ്റ് രാജ്യങ്ങളിലുള്ള പലരും ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരും ഈ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. കാരണം ദിസ് ഇസ് സംതിങ് ദാറ്റ് ആർ ഹാപ്പനിങ് വിത്തിൻ ദ പൊളിറ്റിക്കൽ ബൗണ്ടറി ഓഫ് എ നേഷൻ അല്ലെ, വിത്തിൻ ദ പൊളിറ്റിക്കൽ ബൗണ്ടറി ഓഫ് ഇന്ത്യ. അപ്പൊ അതും നമ്മളിവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നേഷന്റെ ബൗണ്ടറിയുടെ അകത്ത് നടക്കുന്ന പ്രൊഡക്ഷനെയാണ് നമ്മൾ ഇവിടെ GDP എടുക്കുന്നത്. GDP എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ എടുക്കുന്നത്. അത് ഇന്ത്യൻസ് പ്രൊഡ്യൂസ് ചെയ്തതാണോ നോൺ ഇന്ത്യൻസ് പ്രൊഡ്യൂസ് ചെയ്തതാണോ എന്ന് ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മൾ നോക്കുന്നില്ല. ഇനി ഇത് ഗ്രോസ് എലമെന്റ് ആണ്, ഒരു ഗ്രോസ് ആസ്പെക്ട് ആണ്, അല്ലാതെ നെറ്റ് ആസ്പെക്ട് അല്ല. എന്താണ് ഗ്രോസ്? ഗ്രോസ് എന്ന് പറയുമ്പോൾ നെറ്റ് പ്ലസ് ഡെപ്രീസിയേഷൻ. അപ്പോൾ ഡെപ്രീസിയേഷൻ അലവൻസ് നമ്മൾ
ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡെപ്രീസിയേഷൻ ആസ്പെക്റ്റും കൂടെ എടുത്തിട്ടാണ് നമ്മൾ ഗ്രോസിലേക്ക് പോകുന്നത്. എന്താണ് ഡെപ്രീസിയേഷൻ? വെയർ ആൻഡ് ടയർ ഓഫ് മെഷീനറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഡെപ്രീസിയേഷൻ ആസ്പെക്ട്സ് എടുത്തിട്ടാണ് നമ്മൾ ഗ്രോസ് എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് വൈ വി കോൾ ദിസ് എസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പൊ GDP എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഇൻഡിക്കേറ്റർ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഇക്കണോമിക് ഹെൽത്ത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ GDP. ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്ത് വന്ന ഒരു മെത്തേഡാണ് ഈ GDP കാൽക്കുലേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ GDP കൂടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ രാജ്യം വളരുന്നു. GDP കുറയുമ്പോൾ മെഗാൻ നമ്മുടെ രാജ്യം വളരുകയല്ല, താഴോട്ട് തളരുന്നു എന്ന് നമുക്ക് പറയാം. GDP കൂടുമ്പോൾ വളരുകയും GDP കുറയുമ്പോൾ തളരുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതാണ് നമുക്ക് ബേസിക്കലി നമുക്ക് GDP വെച്ചിട്ട് നമ്മുടെ ഇക്കണോമിക് പെർഫോമൻസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം. ഇനി IMF ശരിക്കും നമ്മുടെ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണല്ലോ. നമ്മുടെ ഇക്കോണമിയിൽ നടക്കുന്ന വേൾഡ് ഇക്കോണമിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഇമ്പാക്ട് ഓരോ ഇൻസിഡന്റും വളരെ സ്പെസിഫിക് ആയിട്ട് എടുത്തിട്ട് അത് വേൾഡ് ഇക്കോണമിയിൽ ഓരോ രാജ്യങ്ങളിലും എന്തൊക്കെ ഇമ്പാക്ട്സ് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ള സ്റ്റഡീസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള സ്റ്റഡീസ് IMF നടത്തുന്നുണ്ട്. അപ്പൊ IMFന്റെ ഡേറ്റ മാപ്പർ അനുസരിച്ചിട്ട് IMF പ്രസന്റ് ചെയ്ത അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി IMF ഡേറ്റ മാപ്പർ ആണ് നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത്. അപ്പോ ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്ത് ആണ് നമ്മൾ ഓവർ ദ ഇയേഴ്സ് എടുക്കുന്നത്. അപ്പൊ ഇതൊരു ടൈം സീരീസ് ഡേറ്റ ബേസ് ചെയ്തിട്ട് എടുത്ത ഒരു ട്രെൻഡ് അനാലിസിസ് ആണ്. ഓക്കെ, അപ്പൊ 1980 മുതൽ ഇങ്ങോട്ട് എന്താണ് 2025 വരെ എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ GDP ഗ്രോത്ത് റേറ്റിൽ കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മൊത്തം ഫ്ലക്ച്വേഷൻസ് ആണ്, അല്ലെ? ഒരു കോൺസ്റ്റന്റ് രീതിയിലല്ല നമ്മുടെ GDP പോകുന്നത്. ഇൻസ്റ്റന്റ് അവിടെ കുറെ ഫ്ലക്ച്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്സും ഡൗൺസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഓരോ അപ്സിനും ഓരോ കാരണങ്ങളുണ്ട്, ഓരോ ഡൗൺസിനും ഓരോ കാരണങ്ങളുണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 1990s കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 1990s നമുക്ക് പറയാൻ പറ്റും ഒരു ഡൗൺ ആണ് കാണിക്കുന്നത് ഇനിഷ്യലി, ബട്ട് ലേറ്റർ ഓൺവേർഡ്സ് ഒരു അപ്പാണ് അവിടെ കാണിക്കുന്നത്. എന്താണ്? 1980s അവസാനമൊക്കെ ആയപ്പോഴേക്കും തന്നെ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ BOP ക്രൈസിസ് ഉണ്ടായി. അപ്പൊ BOP ക്രൈസിസ് ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ IMFന്റെ അടുത്ത് പോയി കുറച്ച് സഹായം ചോദിക്കുകയും IMF പറഞ്ഞു സഹായം തരാം, ബട്ട് ഓൺ വൺ കണ്ടീഷൻ, നിങ്ങളുടെ നാട്ടിൽ സ്ട്രക്ചറൽ റിഫോംസ് കൊണ്ടുവരണം. അപ്പൊ അത് അങ്ങനെ പറഞ്ഞത് കാരണം നമുക്ക് വേറെ ഹെൽപ്പ് കിട്ടാനുള്ള ബാക്കി എല്ലാ ഡോഴ്സും അന്ന് ഓൾമോസ്റ്റ് അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ ഈ IMFന്റെ അസിസ്റ്റൻസ് കിട്ടിയേ പറ്റൂ എന്നുള്ള ഒരവസ്ഥയിൽ ഇന്ത്യ LPG റിഫോംസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ റിഫോംസ് ഇന്ത്യയിൽ കൊണ്ടുവരികയും അത് കാരണം ഇന്ത്യയിൽ പിന്നീട് അപ്ലിഫ്റ്റ്മെന്റ് വരികയും ചെയ്തു. സോ അതാണ് ഈ ഒരു ഡൗണും അപ്പും ഇവിടെ കാണിക്കുന്നത്. ഇനി പ്രോമിനന്റ് ആയിട്ട് വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൗൺ ആണ്. അതായത് 2008 നമ്മുടെ വേൾഡിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി, അല്ലെ? ഈ ക്രൈസിസ് US ഇക്കോണമിയിലാണ് തുടങ്ങിയത്, ബട്ട് അത് പെട്ടെന്ന് തന്നെ മറ്റ് ഇക്കോണമീസിലൊക്കെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തു. കാരണം നമ്മൾ ഇന്ത്യൻ ഇക്കോണമിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലോബലൈസ്ഡ് ആയി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും 1991 എടുത്ത പോളിസിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓൾറെഡി ഗ്ലോബലൈസ്ഡ് ആയി കഴിഞ്ഞിരുന്നു. സോ 2008 ക്രൈസിസ് US തുടങ്ങിയെങ്കിൽ പോലും അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ഉണ്ടായി. അപ്പൊ അത് കാരണം ഇക്കോണമി അഗൈൻ ഡൗണിലേക്ക് വന്നു. പിന്നെ നമ്മൾ എടുത്ത ഫിസ്ക്കൽ സ്റ്റിമുലസ് പാക്കേജുകളുടെ ഫലമായിട്ടും നമ്മുടെ എടുത്ത മോണിറ്ററി പോളിസിയുടെ ഒക്കെ ഫലമായിട്ടും നമുക്കൊരു അപ്പിലേക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പൊ ഡൗൺ ആയിരുന്നു ആദ്യം, പിന്നെ നമ്മൾ പോളിസി അനുസരിച്ചിട്ട് അപ്പിലേക്ക് പോകും. ഓക്കെ, അടുത്ത ഒരു പ്രോമിനന്റ് ഡൗൺഫോൾ വന്നത് 2019 എന്താണ്? ഇൻ ദ ഫോം ഓഫ് കോവിഡ് പാൻഡമിക് വന്നപ്പോഴേക്കും എല്ലാ സെക്ടേഴ്സും വേൾഡിലെ തന്നെ എല്ലാ സെക്ടേഴ്സും അടച്ചു പൂട്ടേണ്ട, താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ടെങ്കിലും അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥ വരികയും അത് കാരണം അവിടുത്തെ പ്രൊഡക്ഷൻ ഒന്ന് മന്ദീഭവിക്കുകയൊക്കെ ചെയ്തു. സോ ദിസ് വാസ് ഹാവിംഗ് സം ഇംപ്ലിക്കേഷൻ ഓൺ ഇന്ത്യൻ ഇക്കോണമി ആസ് വെൽ. ഇന്ത്യൻ ഇക്കോണമിയുടെ അഗ്രികൾച്ചർ ആയാലും ഇൻഡസ്ട്രി ആയാലും സർവീസസ് ആയാലും അവിടെയും ഒരു ഡൗൺഫോൾ വന്നു. ദെൻ ലേറ്റർ ഓൺ നമ്മൾ വാക്സിനേഷൻ ഡ്രൈവ് ഒക്കെ കൊണ്ടുവരുന്നതിന്റെ ഫലമായിട്ട് ഒരു അപ്പിലേക്ക് പോയി. സോ ഇനിഷ്യലി ഇറ്റ് വാസ് എ ഡൗൺ, ബട്ട് ലേറ്റർ ആസ് എ റിസൾട്ട് ഓഫ് പോളിസി മെഷേഴ്സ് നമുക്ക് ഒരു അപ്പിലേക്ക് വരാനായിട്ട് സാധിച്ചു.
അപ്പോ അറ്റ് പ്രസന്റ് എന്താണ് ഇന്ത്യൻ ഇക്കോണമിയിൽ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് റിയൽ GDPയുടെ ഗ്രോത്ത് സെനാറിയോ എടുത്ത് നോക്കുമ്പോൾ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആദ്യം നടത്തിയ ഫോർകാസ്റ്റിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പിന്നീട് പറയുകയുണ്ടായി. അപ്പൊ ആദ്യം നമുക്ക് 6.8% ആണ് IMF പറഞ്ഞത്. ലേറ്റർ ഓൺ ഒരു റിവിഷൻ അവിടെ വരികയും നമ്മുടെ ഫോർകാസ്റ്റ് ഒന്ന് അപ്വേർഡിലോട്ട് റിവൈസ് ചെയ്യുക അല്ലെങ്കിൽ മുകളിലോട്ട് റിവൈസ് ചെയ്യുകയും അത് കാരണം ഒരു 20 basis points അവിടെ ആഡ് ചെയ്യപ്പെടുകയും നമുക്ക് 6.8% എന്ന് പറയുന്നത് 7% ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക അവിടെ ചെയ്യപ്പെട്ടു. അതായത് ഇത് ഞാനിപ്പോ പറയുന്നത് 2024-25 ഫൈനാൻഷ്യൽ ഇയറിലെ കേസാണ്. ഓക്കെ, അടുത്തത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഫാക്ട്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ GDP. ആക്ച്വലി നമ്മുടെ റിയൽ GDPയുടെ കേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ നേരത്തെ 6.8 നിന്നും ഒരു റിവിഷൻ വന്ന് അത് നമ്മൾ 7% എത്തി നിൽക്കുന്ന ഒരവസ്ഥ. ഇനി PPP അല്ലെങ്കിൽ പർച്ചേസിംഗ് പവർ പാരിറ്റിയുടെ ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ GDP പെർ ക്യാപിറ്റ ഇൻ ടേംസ് ഓഫ് കറന്റ് പ്രൈസസ് 10.12,000 ആണ്. അഗൈൻ നമ്മൾ ഇന്റർനാഷണൽ ഡോളേഴ്സ് പെർ ക്യാപിറ്റയിലാണ് നമ്മൾ ഇത് നോക്കുന്നത്. ഇനി ഇൻഫ്ലേഷൻ റേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4.6% ആയിട്ട് 2024 ഇൻഫ്ലേഷൻ റേറ്റ് കാണാൻ പറ്റും. അത് ആവറേജ് കൺസ്യൂമർ പ്രൈസസിനെ ബേസ് ചെയ്തിട്ട് ആനുവൽ പെർസെന്റേജ് ചേഞ്ച് ആണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, സോ പ്രോമിനന്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ GDPനെ പറ്റിയിട്ട് എല്ലാം പറഞ്ഞു. GDP എന്താണെന്ന് മനസ്സിലാക്കി, GDP ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, ഇന്ത്യയുടെ GDP സെനാറിയോ എന്താണെന്നും ഒക്കെ തന്നെ മനസ്സിലാക്കി. ഇനി നമുക്ക് പതിയെ ഗ്രീൻ GDP എന്താണെന്ന് മനസ്സിലാക്കാം. GDPയുടെ കേസിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ GDP എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫിഗറിന്റെ പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു GDP എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഫിഗർ ആണ്. നേഷന്റെ ഇക്കണോമിക് പെർഫോമൻസ് നമുക്കെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു ഫിഗർ. ആ ഫിഗർ കൂടുമ്പോൾ GDP കൂടുന്നു, അതായത് ഇക്കണോമിക് പെർഫോമൻസ് കൂടുന്നു എന്നും, ആ ഫിഗർ കുറയുമ്പോൾ ഇക്കണോമിക് പെർഫോമൻസ് കുറയുന്നു എന്നും നമ്മൾ പറയുന്ന ആ ഒരു അവസ്ഥ അല്ലെ. അപ്പോ ഈ GDP കൂട്ടണമെങ്കിൽ എന്താണ് സംഭവിക്കേണ്ടത്? GDP കൂട്ടണമെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ കൂടണം. ഇപ്പൊ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആയാലും അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആയാലും എന്ത് തന്നെ ആയാലും അവിടെ കൂടിയാൽ മാത്രമേ GDP കൂടത്തൂ. ഇനി ഈ പ്രൊഡക്ഷൻ കൂടുമ്പോൾ എൻവയോൺമെന്റിനെ അത് എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ഇത്രയും നേരം വരെ സംസാരിച്ചില്ല. എൻവയോൺമെന്റിൽ അത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്താണെന്ന് നമ്മൾ ഇതുവരെയും പറഞ്ഞില്ല. ഈ ഒരു ഇമ്പാക്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ GDP എന്ന് പറയുന്ന കോൺസെപ്റ്റ് നോക്കുന്നത്. ഇപ്പൊ ഗ്രീൻ GDP പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ GDP ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രാക്ടീസസ് നമ്മൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് മെഷേഴ്സ് നമ്മൾ എടുക്കുന്നു. അപ്പൊ ഫോർ എക്സാമ്പിൾ ഫാർമർ ആണെങ്കിൽ ഫാർമർ എന്ത് ചെയ്യുന്നു? അയാൾ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് കാരണം തന്നെ ഒരുപാട് പൊല്യൂഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വാട്ടർ പൊല്യൂഷന്റെ കേസിലാണെങ്കിലും എയർ പൊല്യൂഷൻ ആണെങ്കിലും ലാൻഡ് പൊല്യൂഷൻ ആണെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് ഇമ്പാക്ട്സ് ഇവിടെ വരാനുണ്ട് ചാൻസ് ഉണ്ട്. അതേപോലെ ഒരു ഫാക്ടറി ഓണർ അദ്ദേഹവും എന്താണ് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പല വിധത്തിലുള്ള മെത്തേഡ്സും എൻഗേജ് ചെയ്യുന്നു. അപ്പോൾ അതുവഴിയും നമുക്ക് പൊല്യൂഷൻ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇതൊക്കെ തന്നെ എൻവയോൺമെന്റിനെ ബാഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആസ്പെക്ട്സ് ആണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ് അല്ലെ. അപ്പോ നമ്മുടെ ട്രഡീഷണൽ GDP ഇതൊന്നും എടുക്കുന്നില്ല. ട്രഡീഷണൽ GDP ഇതിനെ പറ്റി ബോധറേ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഗ്രീൻ GDP എന്ന് പറയുന്ന ആസ്പെക്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ബോധേർഡ് ആണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീൻ GDP എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇറ്റ്സെൽഫ് ഇസ് ഓൾ അബൌട്ട് എൻവയോൺമെന്റലി അഡ്ജസ്റ്റഡ് GDP. അപ്പൊ എൻവയോൺമെന്റലി അഡ്ജസ്റ്റഡ് GDP ആണ് ഗ്രീൻ GDP. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ GDPയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗ്രീൻ GDP എടുക്കുമ്പോൾ നമ്മൾ ട്രഡീഷണൽ GDP ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രാക്ടീസസ് കാരണം എങ്ങനെയൊക്കെ എൻവയോൺമെന്റിനെ അത് ബാഡ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഈ ഗ്രീൻ GDP. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആണ് ഓവർ ദ ട്രഡീഷണൽ GDP. ബിക്കോസ് നമ്മൾ കാരണം എൻവയോൺമെന്റിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, എൻവയോൺമെന്റിൽ എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാകുന്നു എന്നുള്ള ഈ ഒരു എൻവയോൺമെന്റൽ കോസ്റ്റ് ആസ്പെക്ട് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കോസ്റ്റ് എലമെന്റ് നമ്മുടെ ഗ്രീൻ GDP ക്യാപ്ചർ ചെയ്തിട്ട്
നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇനി എങ്ങനെ നമുക്ക് ഗ്രീൻ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ട്രഡീഷണൽ ജി ഡി പി ഉണ്ടാവും. അപ്പൊ ഈ ട്രഡീഷണൽ ജി ഡി പിയിൽ നിന്നും നമ്മൾ എൻവയോൺമെന്റിൽ ഉണ്ടാക്കി കൊടുത്ത കോസ്റ്റിനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന മെഷറാണ് ഗ്രീൻ ജി ഡി പി. സോ ഗ്രീൻ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പ്, നമ്മുടെ തിയറിറ്റിക്കൽ വൈസ് ഭയങ്കര എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ കോൺസെപ്ച്വലി ട്രഡീഷണൽ ജി ഡി പിയിൽ നിന്നും എൻവയോൺമെന്റൽ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ ഗ്രീൻ ജി ഡി പി ഇങ്ങനെ നമുക്ക് പറയാം. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷനിലെടുത്ത് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗ്രീൻ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രഡീഷണൽ ജി ഡി പി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാടുപെടുമ്പോൾ നമ്മള് ഈ എൻവയോൺമെന്റിൽ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ ബോധേഡല്ല. നമ്മൾ റിസോഴ്സിനെയൊക്കെ താറുമാറാ ഡിപ്ലീറ്റ് ചെയ്യുകയാണ്. മിനറൽസ് ആയാലും ഫോസൽ ഫ്യൂൽസ് ആയാലും ടിമ്പർ ആയാലും വാട്ടർ ആയാലും ഒക്കെ തന്നെ നമ്മൾ ചിലപ്പോൾ ഓവർ യൂസ് ആയിരിക്കും അവിടെ നടക്കുന്നത്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കും. ചിലപ്പോൾ അവിടെ മിസ്യൂസ് നടക്കാം. യൂസ് കഴിഞ്ഞ് അതിന്റെ അപ്പുറം ഒരു എക്സ്പ്ലോയിറ്റേഷനിലേക്ക് കടക്കുന്ന ആ ഒരു അവസ്ഥ അതും ഉണ്ടാവാം. അപ്പൊ ഈ ഗ്രീൻ ജി ഡി പി ഇതൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു ഫിഗർ ആണ്. അഗൈൻ നമ്മള് എൻവയോൺമെന്റില് ഒരുപാട് ഡീഗ്രഡേഷൻ നടത്തുന്നവരാണ് അല്ലെ. മനുഷ്യരെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും അറിഞ്ഞോ അറിയാതെയോ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഓരോ ആക്ടിവിറ്റിയും എൻവയോൺമെന്റിൽ ഒരുപാട് ഹാം വരുത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ പോലും അത് നോയിസ് പൊല്യൂഷൻ ആവും. അത് എൻവയോൺമെന്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അഗൈൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ്, അതേപോലെ തന്നെ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ നമ്മുടെ എയർ കണ്ടീഷണേഴ്സ്, ഇതൊക്കെ തന്നെ CFCs ക്ലോറോ ഫ്ലൂറോ കാർബൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ലൈഫ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് എൻവയോൺമെന്റിൽ ഒരുപാട് ബാഡ് ഇമ്പാക്ട്സ് കൊണ്ടുവരുന്നു. അപ്പൊ ഇതൊക്കെ കാരണം എൻവയോൺമെന്റിലാണ് അതിന്റെ സഫറിങ് വരുന്നത്. അഗൈൻ നമ്മൾ ഡിഫോറസ്റ്റേഷൻ, നമ്മൾ കാരണം ഉണ്ടാകുന്ന ഡിഫോറസ്റ്റേഷൻ എന്താണ്? നമ്മൾ മരം വെട്ടുന്നു. നമുക്ക് വീട് വെക്കണം, നമ്മൾക്ക് പാലം പണിയണം, നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം. അപ്പൊ മരങ്ങൾ വെട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഭൂമി വേണം എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ നിൽക്കുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് കടക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന ട്രീസിനെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. നമ്മൾ പുറത്തു വിടുന്ന വിഷമയമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് ഓക്സിജൻ തരുന്ന ട്രീസിനെയൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ അവിടെ വീട് വെക്കുന്നു. എന്നിട്ട് നമ്മൾ CFC ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് അപ്ലയൻസസ് ഉപയോഗിച്ച് നമ്മൾ അവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഒരുപാട് CFC ഫ്രീ ആയിട്ടുള്ള അപ്ലയൻസസ് ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് സ്റ്റിൽ there have been many people who are still using CFC പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്ലയൻസസ് അല്ലെ. അതേപോലെ ഈ ട്രീസ് ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എന്ത് പറ്റും? സോയിൽ എറോഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പ് ലെയർ ഓഫ് സോയില് ഇറോഡ് ചെയ്ത് പോവുകയാണ്. ടോപ്പ് സോയിലിനെ നമ്മൾ കാറ്റ് കാരണവും വെള്ളം കാരണവും ഒക്കെ വലിച്ചെടുത്ത് കൊണ്ടുപോകും. കാരണം റൂട്ട്സ് ഒന്നുമില്ല ഈ സോയിലിനൊന്ന് പിടിച്ചു നിർത്താനായിട്ട്. അപ്പം അതും പ്രശ്നമാണ്. ടോപ്പ് സോയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹ്യൂമസ് കണ്ടന്റ് ഉള്ള, ഭയങ്കര ഫെർട്ടിലിറ്റി എൻഹാൻസിങ് ആയിട്ടുള്ള സോയിലാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇതൊക്കെ ഇല്ലാണ്ടാവുകയാണ് ആസ് എ റിസൾട്ട് ഓഫ് അവർ ഡീഗ്രഡേഷൻ ബേസ്ഡ് പ്രാക്ടീസസ്. നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, മനഃപൂർവ്വം ആയിരിക്കത്തില്ല നമ്മൾ പൊല്യൂഷൻ ഒക്കെ വരുത്തുന്നത്. ചിലപ്പോൾ മനഃപൂർവ്വം ആവാം, പക്ഷെ മിക്കവാറും മനഃപൂർവ്വം അല്ലാതെയും പൊല്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കാണാതെയും കേൾക്കാതെയും അറിയാതെയും പോകുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഗ്രീൻ ജി ഡി പി മെഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ക്യാപ്ചർ ചെയ്യുന്നു. ഇനി ക്ലൈമറ്റ് ചേഞ്ച് കോസ്റ്റ്. എന്താണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് കോസ്റ്റ്? ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ, അവരുടെ ആ ഒരു ജനറേഷന്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ മാസം അപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ വരുമെന്നും മാർച്ച് മാസത്തിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും, അതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അത് അതുപോലെ തന്നെ വന്നിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ഒന്നും നമ്മുടെ കൺട്രോളിലല്ല. എപ്പോ വേണോ എന്ത് വേണോ സംഭവിക്കാം. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര എക്സ്ട്രീം രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് പണ്ടൊന്നും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇല്ലായിരുന്നു എന്നല്ല, പക്ഷെ നമ്മുടെ ക്ലൈമറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീം ക്ലൈമാറ്റിക് സിറ്റുവേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മഴ വരേണ്ട സമയത്ത് ചിലപ്പോൾ വരൾച്ചയായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഒരു
സമ്മർ പീരീഡ് എന്ന് വിശ്വസിക്കുന്ന സമയത്തായിരിക്കും, ഇന്ന് വരെ സമ്മർ ആയിരുന്ന സമയത്ത് ആയിരിക്കും ഇപ്പോ ഫ്ലഡ് വരാൻ ചാൻസ് വരുന്നത്. എന്തുകൊണ്ടാണ്? നേച്ചറിന്റെ ആ ഒരു ടൈം ടേബിൾ എല്ലാം തെറ്റിപ്പോയി, നേച്ചറിന്റെ ആ ഒരു ഷെഡ്യൂൾ എല്ലാം തെറ്റിപ്പോയി ഡ്യൂ ടു ഹ്യൂമൻ പ്രാക്ടീസസ്. അപ്പോ ഇത് കാരണം നമുക്ക് ഗ്ലോബൽ വാർമിംഗ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഗ്ലോബൽ വാർമിംഗ്, ഇന്ന് ഡ്രൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഡ്രൗട്ട് ആണ് നാളെ ഫ്ലഡിലേക്ക് ചിലപ്പോ നയിക്കുന്നത്. കാരണം ക്ലൈമറ്റിന് ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഇല്ലാതായി. ഇപ്പൊ ഇന്ന് ഭയങ്കര ഗ്ലോബൽ വാർമിംഗ് ആണ്, ഭയങ്കര ഹ്യൂമിഡിറ്റി ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരുപാട് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത്, ഇവോപ്പറേഷൻ റേറ്റ് കൂടി ഒരുപാട് വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പൊ അതാണ് നാളെ മഴയായിട്ട് ഇവിടെ പെയ്യുന്നത്. അപ്പൊ ദിസ് ഇസ് വാട്ട് ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് എ ഫ്ലഡ് സിറ്റുവേഷൻ. അപ്പോൾ അത് ഒരുപാട് സീ ലെവൽ റൈസ് ചെയ്യാൻ കാരണമായിട്ട് നാളെ അത് ഫ്ലഡിലേക്ക് നയിക്കാം, സുനാമിയിലേക്ക് നയിക്കാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. കാരണം എർത്ത് ഇസ് ലൂസിങ് ഇസ് ബാലൻസ്. അതാണ് മെയിൻ പ്രശ്നം. കാരണം എന്താണ്? നമ്മൾ തന്നെയാണ്, നമ്മളുടെ ആക്ടിവിറ്റീസ് ആണ് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഗ്രീൻ GDP ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ GDP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീൻ GDP ഒരു ആക്യുറേറ്റ് പിക്ചർ ആണ് നമുക്ക് തരുന്നത്. ഭയങ്കരമായിട്ട് ട്രഡീഷണൽ GDP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രീൻ GDP കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിട്ട്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെ. നമ്മുടെ ഇക്കോണമിയുടെ യഥാർത്ഥ വെൽബീയിങ് എന്താണ്, നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇക്കോണമിയുടെ യഥാർത്ഥ വെൽബീയിങ് എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ ആർക്ക് പറ്റും? ഗ്രീൻ GDPക്ക് പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കമ്പയർ ചെയ്യാന്ന് വിചാരിച്ചു, ട്രഡീഷണൽ മെട്രിക് ഓഫ് GDPയും ഗ്രീൻ GDPയും കമ്പയർ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു ഫേമിനെ എടുക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി എടുക്കാം. ഈ ഫേമിന്റെ മെയിൻ ഉദ്ദേശം എന്താണ്? ഇപ്പൊ നമ്മൾ ഇക്കോണമിസ്റ്റുകളാണ്. ഇക്കോണമിസ്റ്റ് ഓൾവേസ് വി ബിലീവ് ദാറ്റ് ഓർ വി അസ്യൂം ദാറ്റ് ഫേംസ് ആർ റാഷണൽ എൻറ്റിറ്റീസ് അല്ലെ. ഇവര് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റി ആണ്. അപ്പൊ ഇവരുടെ മെയിൻ ഇന്റൻഷൻ എന്താണ്? എനിക്ക് പ്രോഫിറ്റ് കിട്ടണം. സോ whether I'm causing some harm or good to environment is not my matter of concern എന്ന് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്റെ പ്രൊഡക്ഷൻ കാരണം ഇക്കോണമിയിൽ വരുന്ന ശരിയോ തെറ്റോ, ദുരിതമാണോ ദുഃഖമാണോ ബെനിഫിറ്റ് ആണോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ലീസ്റ്റ് ബോധേർഡ് ആണ്. അങ്ങനെ ഒരുപാട് ഫേംസ് ഉണ്ട്. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആകാൻ പാടില്ല. ഇന്നത്തെ കാലത്ത് നമ്മൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലുള്ള കുറെ പുതിയ നൂതന ആശയങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും ഒരു ഫേം അങ്ങനെ ചിന്തിക്കാൻ കൂടി പാടില്ല. എപ്പോഴും ഒരു ഫേമിന്റെ ഫംഗ്ഷനിങ്ങിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അത് നടത്തിക്കൊണ്ട് പോകാൻ എന്നാണ് പറയുന്നത്. പക്ഷെ യൂഷ്വലി വാട്ട് ഹാപ്പൻസ് ഇൻ റിയാലിറ്റി ഈസ് ഫേം എന്ന് പറയുമ്പോൾ അവരുടെ സ്വന്തം പ്രോഫിറ്റിനെ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഒരു എൻറ്റിറ്റി ആണ്. അങ്ങനെ വരുമ്പോ ട്രഡീഷണൽ GDP അനുസരിച്ചിട്ട് ഫേം എപ്പോഴും അവരുടെ കറണ്ട് പ്രോഫിറ്റിനെ മാത്രം നോക്കും. പക്ഷെ ഗ്രീൻ GDP എടുത്തിട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈ ഫേമിന്റെ ആക്ഷൻ കാരണം ഫ്യൂച്ചർ ജനറേഷൻ എന്തൊക്കെ കോസ്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് തന്നെ, അല്ലെങ്കിൽ എൻവയോൺമെന്റിന് തന്നെ എന്തോരം കോസ്റ്റ് ഉണ്ടാകും എന്ന് നമ്മൾ അസസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ചില കോസ്റ്റ് വരുന്നത് ഈ ഫേംസിന്റെ ഒക്കെ നെഗ്ലിജൻസ് കാരണമായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഫാക്ടറി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഫാക്ടറി എയർ പൊല്യൂഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ഫാക്ടറി ആണെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് പറയും, ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് മെഷീനറീസ് ഒക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെന്റ് എങ്കിലും അവിടെ നടത്തിയിട്ട് മാത്രമേ ഈ എയറിനെ പുറത്ത് വിടാൻ പാടുള്ളൂ. അപ്പൊ ട്രീറ്റ് ചെയ്ത എയറിനെ മാത്രമേ പുറത്ത് വിടാൻ പാടുള്ളൂ, അൺട്രീറ്റഡ് ആയിട്ടുള്ള എയറിനെ പുറത്ത് വിടാൻ പാടില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു ഇനിഷ്യൽ പ്യൂരിഫിക്കേഷൻ പ്രോസസ് അവിടെ തന്നെ നടക്കുന്നുണ്ട്. പക്ഷെ ചില സമയത്ത് അപ്പൊ ആദ്യത്തെ ഒരു കുറെ നാള് ഈ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത എക്യുപ്മെന്റ് നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുകയും പൊല്യൂഷൻ ലെവൽ കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പൊ കുറെ നാൾ കഴിയുമ്പോൾ എന്താണ്, ഡെപ്രീസിയേഷൻ അവിടെ വരും, വേറെ ആൻഡ് ടയർ ഓഫ് മെഷീനറി അവിടെ വരും. അപ്പോ ഈ ഫേംസിന് അത് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാകും. അതായത് ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ് നടത്തുന്ന എക്യുപ്മെന്റിനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യകത അവിടെ വരും. പക്ഷെ ചില ഫേംസ് അത് റീപ്ലേസ് ചെയ്യത്തില്ല. സോ ദേ വിൽ ബി നെഗ്ലിക്റ്റിംഗ് ദ സെയിം. അങ്ങനെ വരപ്പം അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവിടെ പൊല്യൂഷൻ കൂടുകയും എൻവയോൺമെന്റിൽ ഒരു കോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു നെഗ്ലിജൻസ് കാരണം എൻവയോൺമെന്റൽ കോസ്റ്റ് കൂടുകയും പ്രശ്നങ്ങൾ വീണ്ടും വരികയും ചെയ്യും. അപ്പൊ നമ്മൾ ട്രഡീഷണൽ GDP ഇതിനെ പറ്റിയിട്ടൊന്നും ബോധേർഡ് അല്ല, പക്ഷെ ഗ്രീൻ GDP ഇതിനെ പറ്റിയിട്ടൊക്കെ ഭയങ്കര ബോധേർഡ് ആണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ എന്താണ് ഈ ഗ്രീൻ GDPയുടെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ മെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഡെഫിനറ്റ്ലി നമ്മുടെ എൻവയോൺമെന്റൽ വാല്യുവേഷന് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് തന്നെ ആയിരിക്കും ഇത്.
നിങ്ങൾ ഒരുപാട് എൻവയോൺമെന്റൽ വാല്യൂഷൻ മെത്തേഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. ട്രാവൽ കോസ്റ്റ് മെത്തേഡ്, ഹെഡോണിക് പ്രോപ്പർട്ടി പ്രൈസിംഗ് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാല്യൂഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോ ഈ ഒരു ഗ്രീൻ GDP ബേസ്ഡ് വാല്യൂഷൻ ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എൻവയോൺമെന്റൽ അസറ്റ്സിന് ഒരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കും. നമ്മൾ ഇത്രയും നാളും എൻവയോൺമെന്റൽ അസറ്റ്സിനെ നെഗ്ലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇനി മുതലെങ്കിലും എൻവയോൺമെന്റൽ അസറ്റ്സിന് അവിടെ വാല്യൂ കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഒരു നാച്ചുറൽ റിസോഴ്സിന് ഇമ്പോർട്ടൻസ് കൊണ്ട് GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും ഈ ഗ്രീൻ GDP എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടെ പ്രൊഡക്ഷന്റെ ട്രൂ വർത്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ഈ ഇൻഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് നല്ല ഡിസിഷൻസ് എടുത്ത് നമുക്ക് പോളിസിയിലേക്ക് പോവാം. കാരണം നമ്മൾ ഇപ്പൊ എടുക്കുന്ന പോളിസി എന്താണെന്ന് വെച്ചാൽ ഇൻഫോംഡ് ഡിസിഷൻ ആണ്. കാരണം ഓൾറെഡി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ഇൻഫോർമേഷൻ വി വിൽ ബി ഗോയിങ് ഫോർ പോളിസീസ്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന പോളിസീസ് എഫക്റ്റീവ് ആയിട്ടും കൂടി ഇംപ്ലിമെന്റ് ചെയ്താൽ നല്ല ഒരു ചേഞ്ച് ഇക്കോണമിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അടുത്ത സസ്റ്റൈനബിലിറ്റി ഫോക്കസ്. ഗ്രീൻ GDP ആണെങ്കിൽ നമ്മൾ പ്രസന്റ് ജനറേഷന്റെ കാര്യം മാത്രമായിരിക്കത്തില്ല അവിടെ നോക്കും. നമ്മുടെ പ്രസന്റ് ജനറേഷന്റെയും ഫ്യൂച്ചർ ജനറേഷന്റെയും കാര്യങ്ങൾ ഒരുപോലെ അവിടെ നോക്കും. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫോസിൽ ഫ്യൂലും വെള്ളവും ഒക്കെ മാക്സിമം ഉപയോഗിക്കുകയും മിസ്യൂസ് ചെയ്തൊക്കെ ചെന്നാൽ നാളത്തെ ജനറേഷന് ഒരു പക്ഷെ അവർക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടാണ്ട് വരുന്ന അവസ്ഥയായിരിക്കും. അവരുടെ ആവശ്യത്തിന് ഫോസിൽ ഫ്യൂലൊന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അത് നാളത്തെ ജനറേഷനിൽ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഗ്രീൻ GDP കാൽക്കുലേഷൻ വളർത്തിയെടുക്കും. കാരണം നമ്മൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിട്ടാണ് അസസ്മെന്റ് ഓഫ് GDP അവിടെ നടത്തുന്നത്. അപ്പോൾ എൻവയോൺമെന്റൽ ഇന്റഗ്രിറ്റിക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വഴി നമുക്ക് സസ്റ്റൈനബിലിറ്റിയിലോട്ട് അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ നാളത്തെ ജനറേഷന് ഒരു കോസ്റ്റ് ഇമ്പോസ് ചെയ്തുകൊണ്ടല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കും. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കും. കാരണം നമ്മൾ എടുക്കുന്ന പോളിസീസ് എല്ലാം തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെത്തേഡ്സ് ആയിരിക്കും. ഇക്കണോമിക് ഫാക്ടേഴ്സിന് മാത്രമല്ല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന് ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള പോളിസി മെഷേഴ്സിനെ എടുക്കാൻ ഗ്രീൻ GDP ബേസ് ചെയ്തിട്ടുള്ള പോളിസി മെഷേഴ്സ് വഴി സാധിക്കും. അടുത്തത് ഇത്രയും ബെനിഫിറ്റ്സ് നമ്മൾ ഗ്രീൻ GDP പറ്റി പറഞ്ഞു. പക്ഷെ അതിന്റെ അർത്ഥം ഗ്രീൻ GDP ഒരു ഡിമെറിറ്റ്സും ഇല്ലാത്ത ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് പറയാനേ സാധിക്കത്തില്ല. വൺ ഓഫ് ദ പ്രൈമറി ഇഷ്യൂ ഹിയർ ഇസ് വിത്ത് റെസ്പെക്ട് ടു വാല്യൂഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രഡീഷണൽ GDPയിൽ നിന്നും നമ്മൾ എൻവയോൺമെന്റൽ കോസ്റ്റ് നമ്മൾ ഡിഡക്ട് ചെയ്താൽ നമുക്ക് ഗ്രീൻ GDP കിട്ടും എന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ ഈ എൻവയോൺമെന്റൽ കോസ്റ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇപ്പൊ ഞാൻ എൻവയോൺമെന്റിൽ ഒരുപാട് സ്നേഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക, ചെടികളെയും പുഴകളെയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എൻവയോൺമെന്റിൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയും ഓക്കെ അത് ഇത്രമാത്രം കോസ്റ്റ് ആണ് എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്തതെന്ന് ഞാൻ പറയും. പക്ഷെ മറ്റൊരാള് ഇതേ പ്രശ്നം തന്നെ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരുപക്ഷെ എൻവയോൺമെന്റ് പറ്റി അത്ര ബോധേഡ് അല്ലാത്ത ഒരാള് അദ്ദേഹം പറയാണ് ഓക്കെ ഇത് വളരെ ചെറിയൊരു പ്രശ്നം, ഇത്ര മാത്രം ആയിരിക്കും അവിടെ നഷ്ടം വന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതൊരു സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇപ്പൊ മോണിറ്ററി വാല്യൂലേക്ക് ഒരിക്കലും എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിന് കൊണ്ടുവരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ പറ്റില്ല. എയ്തർ ഒരു ഓവർ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർ എസ്റ്റിമേഷൻ അവിടെ വരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സിംഗിൾ മെത്തേഡ് ഇല്ല. നോ സിംഗിൾ മെത്തേഡ് ടു കാൽക്കുലേറ്റ് ഗ്രീൻ GDP. ഇത് വളരെ പ്രശ്നമുള്ള ഒരു ഏരിയ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം UNDP ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഗ്രീൻ GDP കാൽക്കുലേറ്റ് ചെയ്യാമെന്ന്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം UNDP പറയുന്ന മെഷറിനെ കൂടി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് വന്നു. മറ്റൊരാൾ ഒരു മെഷർ പറഞ്ഞാൽ നമ്മൾ അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തും, നമ്മളൊരു മെഷർ പറഞ്ഞാൽ മറ്റുള്ളവർ അതിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡും നമുക്ക് ഇതുവരെ ഇല്ല. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡും ഗ്രീൻ GDP കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഇന്ന് വരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ഇനി എന്താണ് ഡേറ്റ അവൈലബിലിറ്റി? ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ് മനസ്സിലാക്കണമെങ്കിൽ എന്തോരം പൊല്യൂഷൻ ആണ് നടത്തിയത്,
എൻവിയോൺമെന്റ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻവയോൺമെന്റ് നമ്മൾ എന്തോരം പൊല്യൂഷൻ നടത്തി എന്തോരം ഡിഫോറസ്റ്റേഷൻ നടത്തി എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഗ്രീൻ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോ ഡേറ്റ അവൈലബിൾ അല്ല. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഹിയർ. അടുത്ത സ്റ്റാൻഡർഡൈസേഷൻ ഇഷ്യൂ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഒരു പർട്ടിക്കുലർ മെത്തേഡ് യൂസ് ചെയ്തിട്ടല്ല എല്ലാവരും ഗ്രീൻ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസൺ ഒരു സ്കോപ്പും ഇല്ല. നോ സ്കോപ്പ് ഫോർ കമ്പാരിസൺ. No scope for comparison. കമ്പാരിസണിന് സ്കോപ്പ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇന്ന രാജ്യം ബെറ്റർ ആയിട്ട് പോകുന്നു, ഇന്ന രാജ്യം അത്ര ബെറ്റർ അല്ല, ഇന്ന രാജ്യം ഇനി ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്, ഇന്ന രാജ്യം ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആണ് നടത്തി എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുക? പറയാൻ പറ്റത്തില്ല. സോ ദിസ് ഇസ് yet another problem that we are having when we go for calculation of green GDP. ഇനി ഇന്ത്യയിലെ ഗ്രീൻ GDP എഫേർട്സ് എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ ഒരുപാട് എഫേർട്സും സ്റ്റെപ്സും ഒക്കെ എടുത്തിട്ട് എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ശ്രമം നടത്തി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡു നോട്ട് ഹാവ് എൻ ഒഫീഷ്യൽ മെട്രിക്. നമുക്കൊരു ഒഫീഷ്യൽ മെട്രിക് വെച്ചിട്ട് ഗ്രീൻ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി ഇവിടെ ഇല്ല. പക്ഷെ RBI was just doing some kind of analysis and RBI നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പർട്ടിക്കുലർ ഫാക്ട് ഉണ്ട്. അതായത് RBI നമ്മുടെ GDP നോക്കിയപ്പോൾ ഗ്രീൻ GDPയും കമ്പയർ ചെയ്യുകയായിരുന്നു RBI. ഓക്കെ, GDPയും ഗ്രീൻ GDPയും കൂടെ കമ്പയർ ചെയ്യുകയായിരുന്നു RBI. അപ്പോൾ RBI പറഞ്ഞു ഓക്കെ, ഇൻ കേസ് നമ്മൾ ഗ്രീൻ GDPയും കൂടെ എടുക്കുകയാണ്, GDP കാൽക്കുലേഷന്റെ കൂടെ ഗ്രീൻ GDP കാൽക്കുലേഷൻ കൂടെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഗ്രോത്ത് രീതി അനുസരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീൻ GDP എന്ന് പറയുന്നത് ട്രഡീഷണൽ GDPയേക്കാൾ 10% കുറവായിരിക്കും. ട്രഡീഷണൽ GDPയേക്കാൾ ഗ്രീൻ GDP എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ GDPയേക്കാൾ 10% കുറവായിരിക്കും. അപ്പൊ അത്രമാത്രം കോസ്റ്റ് ആണ് നമ്മൾ എൻവയോൺമെന്റിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് മെഷേഴ്സ് ക്ലീൻ എനർജി മെക്കാനിസംസും റിസോഴ്സിനെ കൺസർവ് ചെയ്യാനും പൊല്യൂഷൻ കുറയ്ക്കാനും ഒക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെഷേഴ്സ് ഇന്ത്യയിൽ എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ ഹാബിറ്റേറ്റ്, നമ്മുടെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, പാരീസ് അഗ്രിമെന്റിലോ കമ്മിറ്റ്മെന്റ്സിനോടൊക്കെ നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എടുത്ത സ്റ്റെപ്സ് ആണ്. ഇപ്പൊ ഇന്ത്യ ഒരു എമർജിംഗ് മാർക്കറ്റ് ഇക്കോണമിയാണ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സ്റ്റിൽ ഡെവലപ്പിംഗ് ആൻഡ് ഫാസ്റ്റ് പ്രോഗ്രസിങ് അല്ലെ. ഇന്ത്യ ഫാസ്റ്റ് പ്രോഗ്രസിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ FDI നമ്മൾ കൂട്ടാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടണം, ഇൻവെസ്റ്റ്മെന്റ് കൂട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി ഉള്ള സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴൊക്കെ തന്നെ പ്രൊഡക്ഷൻ കൂടുന്നു. എപ്പോഴൊക്കെ പ്രൊഡക്ഷൻ കൂടുന്നു അപ്പോഴൊക്കെ എൻവയോൺമെന്റ് കോൺസിക്വൻസസ് അവിടെ ഉണ്ടാകും. അപ്പോൾ ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് കുറച്ചുകൂടെ ഗ്രീൻ GDP യിലേക്ക് പോകണം എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ചിലർ പറയുന്നുണ്ട് ഇന്ത്യ സ്റ്റിൽ വി ആർ ആക്ച്വലി ഫാസ്റ്റ് പ്രോഗ്രസിങ് ആൻഡ് സ്റ്റിൽ വി ആർ ഡെവലപ്പിംഗ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ചില സമയത്ത് എൻവയോൺമെന്റൽ കൺസർവേഷന് സാധിച്ചില്ലെന്നും വരാം. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ഗവൺമെന്റ് എപ്പോഴും എൻവയോൺമെന്റൽ കൺസർവേഷൻ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് മെഷേഴ്സ് എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. ഇനി ഗ്ലോബൽ ഗ്രീൻ GDP അല്ലെങ്കിൽ ഗ്ലോബൽ ഗ്രീൻ ഇക്കോണമി ഇൻഡെക്സ് റാങ്കിങ്ങിന് ഇന്ത്യയുടെ പൊസിഷൻ എന്താണെന്ന് നോക്കിയാൽ 160 രാജ്യങ്ങളെ എടുക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ 60-ാമതാണ്. അതല്ലെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 160-ൽ 60ആണ്. ഇത് 2022 ഡേറ്റ അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. ഡെഫിനറ്റ് ആയിട്ട് ഇത് കാണിക്കുന്നത് ഇന്ത്യ ഇനിയും പ്രോഗ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇനിയും നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം നമ്മൾ കോൺഷ്യസ് ആവണം ഈ ഒരു നമ്മുടെ ഇമ്പാക്ട് കാരണം നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ കോൺഷ്യസ് ആവണം. കാരണം ഇപ്പൊ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ റീസെന്റ് ആയിട്ടുള്ള കാലഘട്ടത്തില് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഇമ്പാക്ട് കോൺസിക്വൻസ് ഒക്കെ തന്നെ ശരിക്കും നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളിലോട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ എൻവയോൺമെന്റിൽ കാണിച്ചു കൂട്ടിയ ഒരുപാട് ദുഷിച്ച പ്രവൃത്തികളിലോട്ട് തന്നെയാണ് ഇതൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയെങ്കിലും ഇത്രയും നാളോ നമ്മൾ നശിപ്പിച്ചു, എൻവയോൺമെന്റിനെ ഡീഗ്രേഡ് ചെയ്തു. പക്ഷെ ഇനിയെങ്കിലും എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള മെഷേഴ്സ് എടുത്തില്ലെങ്കിൽ, ഇനിയെങ്കിലും നമ്മൾ ബോധവാന്മാരായില്ലെങ്കിൽ ശരിക്കും നമ്മൾ ഇനിയും വലിയൊരു വില കൊടുക്കേണ്ടി വരും എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളൊരു പാഠം കൂടിയാണ് ഈ ഗ്രീൻ GDP എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പറഞ്ഞു തരുന്നത്.
അപ്പോ എന്താണ് ശരിക്കും ഈ ഒരു കോൺസെപ്റ്റ് സ്റ്റിൽ ഇവോൾവിംഗ് ആണ്. ഗ്രീൻ ജി ഡി പി ഇതുവരെ ആരും ഒരു പെർട്ടിക്കുലർ മെത്തേഡ് കൊണ്ടുവന്നിട്ട് അത് മതി, ഇനി മുതൽ നമുക്ക് അത് വെച്ചിട്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇതുവരെയും എത്തിയിട്ടില്ല. പക്ഷെ അത് സ്റ്റിൽ ഡെവലപ്പിംഗ് ആണ്. ഓരോ തവണയും ഓരോ മെത്തേഡ് വഴി ഗ്രീൻ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ഡിഫിക്കൽട്ടീസ്, ഓരോ ഡീമെറിറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഓരോരുത്തരെ അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താ, എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുകയാണ്, നമുക്ക് ഗ്രീൻ ജി ഡി പിയിലോട്ട് എത്തണം, അതിന് പറ്റിയൊരു മെഷർ കൊണ്ടുവരണം, അതിന് പറ്റിയൊരു കാൽക്കുലേഷൻ മെത്തേഡ് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോ എന്ത് തന്നെയായാലും ഇതിന് ഒരുപാട് മെറിറ്റ്സും ഡീമെറിറ്റ്സും പല രീതികളിലും വരാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഗ്രീൻ ജി ഡി പി എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചാൽ അത് ശരിക്കും എൻവയോൺമെന്റിന്റെ ഒരു എൻവയോൺമെന്റിനെ പറ്റിയിട്ട് നമ്മുടെ ആ ഒരു കോൺഷ്യസ് ലെവലിനെ അത് വിളിച്ചുണർത്തുന്ന ഒരു പെർട്ടിക്കുലർ മെത്തേഡ് തന്നെയാവും. അതൊരു ഭയങ്കര ഇംപ്രൂവ്മെന്റ് ആയിരിക്കും നമ്മുടെ രാജ്യത്തിനെന്നല്ല ലോകത്ത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു വാല്യുബിൾ ടൂൾ ആണ്, ഡെഫിനറ്റ് ആയിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് ടൂൾ ആണ് എന്നുള്ളത്. അപ്പൊ അതായിരുന്നു ഇന്നത്തെ സെഷൻ. നൗ ഒരു റിക്വസ്റ്റ് ആണ്, അഗൈൻ നിങ്ങൾക്ക് ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടും കൂടെ കരുതാം. അതായത് ഞാൻ ലേൺ എക്കണോമി ആപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദിസ് ഇസ് എൻ ആപ്പ് ദാറ്റ് ഇസ് സ്പെഷ്യലി ഡിസൈൻ ഫോർ യുവർ റിക്വയർമെന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ഡൗൺലോഡ് ഇറ്റ്, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് അവിടെ കിട്ടും, ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് കിട്ടും, ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റ് കിട്ടും. Just do one thing, just download it by taking the information that is given in the description. Okay, so all the details are given there. എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഫ്രീ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം, ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എന്നിട്ട് അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് ഇറ്റ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കൈൻഡ്ലി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ.